നമ്മുടെ സന്ധ്യ സമയങ്ങൾ ഇപ്പോൾ പലപ്പോഴും ഒരു കോട്ടിട്ട അവതാരനൊക്കെ വന്ന് നിന്നാൽ അവർ പറയുന്നത് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് കേരളത്തിൽ അന്ന് നടന്ന കൊലപാതകങ്ങൾ, മോഷണങ്ങൾ, പീഡനങ്ങൾ, കഞ്ചാവ് കേസുകളെക്കുറിച്ചെല്ലാം പറയുന്ന വാർത്തകൾ കേട്ടിട്ടാണ് നമ്മുടെ കേരളം ഇന്ന് കിടന്നുറങ്ങുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ വർത്തമാനങ്ങളിലൂടെ ഇത്രയും പോസിറ്റീവ്നെസ്, ഇത്രയും പോസിറ്റീവായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്ന ഈ പരിപാടിയിലേക്ക് ചേട്ടൻ എന്നെ കൂടി ക്ഷണിച്ചതിൽ ഹൃദയപൂർവ്വം നന്ദി ഈ അവസരത്തിൽ പറയുന്നു. ലാലേട്ടൻ ഇത് എന്തിനു ചെയ്തു എന്ന് ഞാൻ തമാശയ്ക്ക് ചോദിച്ചതാണ്. ഞാൻ ലാലേട്ടൻ്റെ 3 or 4 അതിൽ കൂടുതലോ സ്റ്റേജ് ഷോകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പലപ്പോഴും സ്റ്റേജ് ഷോകൾക്ക് വരികയും അതിനുവേണ്ടി റിഹേഴ്സൽ ചെയ്യുകയും അല്ലെങ്കിൽ സ്റ്റേജിൽ ഫൈറ്റ് പെർഫോം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് വെളുപ്പിന് 3:30-4 മണിക്കൊക്കെ ഷോയുടെ തലേന്ന് റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മളൊരിടത്ത് എത്തുക, ഒരു കാറ്, വീട്, കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ആയാൽ നമുക്കൊന്ന് വേണമെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടാന്ന് വെക്കാം. കാരണം ചോയ്സ് നമ്മുടെ വശത്താണ്. അപ്പോഴും ഇപ്പോൾ ലാലേട്ടൻ ഒരു സ്റ്റേജ് ഷോ ഭംഗിയായിട്ട് ചെയ്തിട്ട് വേണ്ട അടുത്ത ആഴ്ച മകരവിളക്കൻ അമ്പലത്തിലൊരു പരിപാടി കിട്ടിയിട്ട് പോകാൻ, അല്ലെങ്കിൽ ലാലേട്ടന് ഈ ഷോ നന്നായിട്ട് വേണ്ട അടുത്ത TV ഷോ കിട്ടാൻ, ഇപ്പോൾ ചെയ്യുന്ന സിനിമ നന്നായിട്ട് വേണ്ട അടുത്ത സിനിമ കിട്ടാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ പൈസ കിട്ടിയിട്ട് വേണ്ട സാറിന് ബാങ്കിലെ ലോൺ അടയ്ക്കാൻ, അല്ലേ? ഇതൊന്നും വേണ്ടല്ലോ. എന്നിട്ടും ലാലേട്ടൻ പലപ്പോഴും ഇത്തരം ചെറിയ കാര്യങ്ങളോട് വിടാതെ പിടിക്കുന്ന ഒരു കൗതുകം, അതിലേക്ക് താഴത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചെറിയ കാര്യങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഒരു കൗതുകം എങ്ങനെയാണ് നിലനിർത്തുന്നത്? നമ്മൾ വളർന്നില്ല, വലുതാകുമ്പോൾ നമുക്ക് കുറച്ച് വലിപ്പം നമ്മുടെ മനസ്സിനും നമ്മുടെ ആശയങ്ങൾക്കും വരും. എങ്ങനെയാണ് ഇത്ര ചെറിയ കാര്യങ്ങളിലോട്ട് ഇറങ്ങി വരാൻ പറ്റുന്നത്? നമ്മൾ ഇറങ്ങി വരികയല്ല. ബേസിക്കലി ഞാനൊരു കഴിഞ്ഞ 40 വർഷമായിട്ട് ഐ എം എ പെർഫോമർ, അല്ലേ? അതെ. എനിക്കിതല്ലാതെ ഒന്നും അറിയില്ല. ഞാൻ കണ്ട ജീവിത അനുഭവങ്ങൾ, അല്ലേ, ഞാൻ സഞ്ചരിച്ച പാതകൾ, എൻ്റെ കൂടെ കൂടിയ ആൾക്കാർ, ഇതിൻ്റെയൊക്കെ ഒരു കോൺഗ്രസ് ആണ് എൻ്റെ ജീവിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മൾ വീണ്ടും താഴേക്ക് പോകാനുള്ള സന്നദ്ധത ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങളിലൂടെയാണ്. ഇപ്പം നിങ്ങളിലൂടെ ഞാൻ എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യമായിട്ട് പറയാം, നിങ്ങളും ഭയങ്കര കൺവിക്ഷനുള്ള ഒരാളാണ്. ഏറ്റവും ഒരു മിമിക്രി എന്ന് പറയുന്ന ഒരു കലയല്ല നിങ്ങൾ ചെയ്യുന്നത്. അതിന് ഏറ്റവും മനുഷ്യനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണ്, വലിയൊരു കർമ്മമാണ്, വലിയൊരു നന്മയാണ്. അത് നിങ്ങൾ ഭംഗിയായി ചെയ്യുന്നു. അതുകൊണ്ടാണ് രമേശിനോട് എനിക്കുള്ള സ്നേഹവും ബഹുമാനവും ആദരവും. അത് വളരെ നന്ദി ലാലേട്ടാ. എവിടെയെങ്കിലും ഒരു സ്കൂളിൽ, കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്കൂളിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ തമാശ ഇന്ന അളവിൽ പറയാം, ഇന്ന അളവിൽ പറഞ്ഞാൽ ആളുകൾ ചിരിക്കും, ഇതാണൊരു തമാശയുടെ കണക്ക് എന്നൊന്നും പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയും ഇല്ല. എങ്ങനെ തമാശ പറയണം, അത് ഏകദേശം ഏത് സമയത്ത് ഏത് അളവിൽ പറയണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കിലുക്കത്തിൽ രേവതി അത്രയും പറഞ്ഞു കഴിയുമ്പോൾ വട്ടാണല്ലേ എന്ന് പറയുന്നത് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അത് വട്ടാണല്ലേ എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കൃത്യമായ ഒരു ഇടവേള കൊടുത്ത് ഒരു ടൈമിങ്ങിൽ ലാലേട്ടനെ ചോദിക്കുമ്പോഴാണ് നമുക്കതൊരു തമാശയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു ടൈമിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് ചേട്ടൻ്റെയൊക്കെ സിനിമകൾ കണ്ടതാണ് എനിക്കൊക്കെ ഇങ്ങനെ തമാശ പറയാനും അതൊന്നും ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അറിവ്, അതിൽ നിന്നാണല്ലോ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചാണ് ആളുകൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത്. കാരണം ഞാൻ ചില ടോക്ക് ഷോകളൊക്കെ കഴിഞ്ഞിട്ട്, ഞാനും TV പരിപാടി ചെയ്യുന്നതാണ്, ഈ ടോക്ക് ഷോ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുടെ എല്ലാം പരാതി ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. അവരെല്ലാം പറയും, ഞാൻ ഒരുപാട് പറയാൻ വന്നതാണ്, പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അതായത് ഇപ്പം പറയാൻ ഒരുപാട് പേരുണ്ട്, കേൾക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഒരുപാട് ഉച്ചത്തിൽ പറയേണ്ട ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ ഉറക്കെ പറയാനുള്ളൊരു വേദിയായി ലാൽ സലാം മാറുന്നതിൽ വളരെ സന്തോഷം എനിക്കുണ്ട്.